യേശുവിൽ പ്രിയപ്പെട്ടവരെ, വീടുപേക്ഷിച്ച് വഴിയരികിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വിളി കേട്ട് സർവ്വതും ഉപേക്ഷിച്ച് ഇട്ട ഡ്രസ്സുമായിട്ട് കൂടെ കൂടിയതാണ് 12 ശിഷ്യന്മാർ. രാത്രിയിൽ പലപ്പോഴും നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, പലപ്പോഴും പട്ടിണി, മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും പരിഹാസവും. എന്നിട്ടും യേശുവിനെ വിട്ടുപിരിയാൻ അവർക്ക് സാധിച്ചില്ല. വചസ്സുകൾ കഠിനമായപ്പോൾ കുറേ പേര് ഉപേക്ഷിച്ച് പോയെങ്കിലും ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പത്രോസ് ലീഗ പറയുന്നത് പോലെ നിത്യജീവൻ്റെ വചസ്സുകൾ യേശുവിൽ നിന്ന് ലഭിച്ചിരുന്നത് കൊണ്ട് അതവർക്ക് ഒത്തിരി സംതൃപ്തിയും സന്തോഷവും സമാധാനവും നൽകിയതുകൊണ്ട് വിട്ടുപിരിയാൻ അവർക്ക് സാധിക്കുന്നില്ല. പൗലോസ് ലീഗ റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. ഈ ഒരു അനുഭവത്തോടെ എന്നും ലോകത്തിൻ്റെ പുറകെ പോകാതെ യേശുവിനോട് ചേർന്ന് അവിടുത്തെ നിത്യവചസ്സുകൾ ആസ്വദിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.